നാടകത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ തന്ന ബ്രോഷറിൽ ഉണ്ട്. ആദ്യം 2-ാം ദിവസം യാനം, 3-ാം ദിവസം കല്യാണം, 4-ാം ദിവസം മഴവില്ല്, 5-ാം ദിവസം 2 പ്രദർശന നാടകങ്ങളാണ്. ഒന്ന് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയെ അടിസ്ഥാനമാക്കി പെരുമ്പള കലാസമിതി അവതരിപ്പിക്കുന്ന ബസുമതി, അതുപോലെ തന്നെ മൂരികൾ ചുരമാന്തുമ്പോൾ എന്ന സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നാടകോത്സവത്തിൽ അവതരിപ്പിച്ചതും 4-ാം സ്ഥാനം നേടിയതും മികച്ച നടനുള്ള സമ്മാനം നേടിയതുമായ നാടകമാണ് ഗ്രന്ഥാലയത്തിന്റെ സ്വന്തം നാടകം മൂരികൾ ചുരമാന്തുമ്പോൾ. അപ്പോൾ ആ 6 നാടകങ്ങളാണ് ഇത്തവണ ഇതിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. നാടക മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 3-ന് വൈകുന്നേരം ഡോക്ടർ അംബികാസുധൻ മാങ്ങാടാണ് നിർവഹിക്കുക. 4-ാം ദിവസം അനുബന്ധ പരിപാടി എന്നുള്ള നിലയിൽ പി ഭാസ്കരന്റെ ജന്മശതാബ്ദി വർഷമായതുകൊണ്ട് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് മഞ്ഞണി പൂനിലാവ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പി ഭാസ്കരന്റെ പാട്ടുകളും കവിതകളും ചൊല്ലുക, അദ്ദേഹത്തിന്റെ പാട്ടുകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും ഉള്ള ഒരു പ്രഭാഷണം ബൽസം പിലിക്കോട് മാഷെ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുക. ഡിസംബർ 5-ന് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈരളി TV-യുടെ ചീഫ് റിപ്പോർട്ടറായിട്ടുള്ള PV കുട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ജില്ലയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ VV പ്രഭാകരേട്ടൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനോദുണ്ട്, അബ്ദുല്ല കുഞ്ഞിയുണ്ട്. ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ള നിലയിലാണ് അത് ആലോചിച്ചിട്ടുള്ളത്. ഡിസംബർ 6-ന് ഒരു സാംസ്കാരിക സായാഹ്നം കവി ദിവാകരൻ വിഷ്ണുമംഗലമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. സന്തോഷ് പനയാൽ തുടങ്ങി ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ നന്നായി സഹകരിക്കുന്ന ആളുകൾ കൂടെ അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പരിപാടിയുടെ ഭാഗമായി ഗ്രന്ഥാലയത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന 2 സ്കൂളുകൾ ഇത്തവണ സബ് ജില്ലാ യുവജനോത്സവങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച 2 സ്കൂളുകൾ, നമ്പിക എയ്ഡഡ് LP സ്കൂള്, മറ്റൊന്ന് ജമായത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ദുമാ പടിഞ്ഞാറ്. ആ 2 സ്കൂളുകളെയും ആദരിക്കുന്ന ഒരു പരിപാടി അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ മികച്ച ഓട്ടക്കാരിയായിട്ടുള്ള രഹ്നയെ ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. KV കുമാരൻ മാഷ്, AM ശ്രീധരൻ മാഷ്, അപ്പക്കുട്ടം വക്കീല്, ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷക്കാലയളവിനിടയിൽ നിരവധി അവാർഡുകളും സമ്മാനങ്ങളും ഒക്കെ നേടിയിട്ടുള്ള ആളുകളെയും ആദരിക്കുന്ന ഒരു പരിപാടി അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ബേക്കൽ സജ്ജില്ല യുവനോത്സവത്തിൽ മത്സരിച്ച 6 ഇനങ്ങളിൽ 5-ലും 1-ാം സമ്മാനവും A ഗ്രേഡ് നേടിയ മറിയം ഫാദിയ എന്ന് പറയുന്ന കുട്ടിയെ അനുമോദിക്കുന്ന ഒരു പരിപാടിയും അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 സഹകരണ സംഘങ്ങൾ, ജില്ലയിൽ ഏറ്റവും മികച്ച, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സഹകരണ മേഖലയിൽ മികവ് തെളിയിച്ച 2 സംഘങ്ങൾ, ഉദുമ വനിതാ സർവീസ് സഹകരണ സംഘം, അതുപോലെ തന്നെ പനയാൽ സർവീസ് സഹകരണ ബാങ്ക്, ഇവർ 2 പേരെയും ആദരിക്കുന്നൊരു പരിപാടി കൂടെ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തവണത്തെ ദീപശിഖ നാടക ജ്യോതി ഞങ്ങളുടെ രൂപീകരണം തൊട്ട് നിർവാഹക സമിതിയിൽ ഉണ്ടായിരുന്ന TK അഹമ്മദ് ഷാഫിയുടെ ഒരു ഓർമ്മയെ മുൻനിർത്തി അംബികാനഗറിൽ നിന്നാണ് അത് കൊളുത്തിക്കൊണ്ടുവരാൻ നിശ്ചയിച്ചിട്ടുള്ളത്. പാനലിൽ ഞങ്ങൾ എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഒരു നല്ല വലിയ പങ്കാളിത്തമുള്ള വൈവിധ്യപൂർണമായ പരിപാടികളുള്ള ഒരു പരിപാടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത്തവണയും KT മുഹമ്മദ് സ്മാരക നാടകോത്സവം പ്ലാൻ ചെയ്തിട്ടുള്ളത്. 5-ാം തവണയാണ് ഞങ്ങളിത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നല്ല പിന്തുണയും സഹായവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായി മിക്കവാറും എല്ലാ പത്രങ്ങളും നന്നായി തന്നെ പ്രതിദിന പരിപാടിയെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഉൾപ്പെടെ നന്നായി കവർ ചെയ്ത് നന്നായി അതിനൊരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിൽ അതിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത്തവണ ആ ഒരു സഹായം ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. സമാപന സമ്മേളനം 7-ാം തീയതി അന്ന് മത്സര നാടകത്തിലെ വിജയികൾക്കുള്ള സമാപന സമ്മേളനവും അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ആണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക. അന്നത്തെ മുഖ്യ പ്രഭാഷണം PB ഷാജികുമാർ ആണ്. അദ്ദേഹത്തെയാണ് സമാപന സമ്മേളനത്തിലെ ഒരു അതിഥി എന്നുള്ള നിലയിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട ഒട്ടേറെ ആളുകൾ, ഇത്തവണ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളെ തന്നെയാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.